നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡോക്ടർ പി വിജയൻ. വളരെ ശ്രദ്ധേയമായ പല പ്രഖ്യാപനങ്ങളും നമ്മൾ ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ കണ്ടു. VD സതീശൻ്റെ സ്വപ്ന ബജറ്റ് ഏറെ പ്രകീർത്തിക്കപ്പെടുന്നു. അതിലെ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം പ്രവാസി നിക്ഷേപക ട്രസ്റ്റിനെ കുറിച്ചാണ്. കേരളത്തിൽ പ്രവാസി പണം വികസനത്തിന് ഉപയോഗിക്കുക എന്നൊരു വലിയ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി VD സതീശൻ ആ ബജറ്റിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഏറെ നിർണായക വേളയിലാണ് ഈ ബജറ്റ് ഇത്തരമൊരു ചരിത്ര പ്രഖ്യാപനം നടത്തുന്നത്. ഒന്ന്, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് നാടുകളിൽ നിന്ന് ഒട്ടനവധി പ്രവാസികൾ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ തദ്ദേശവൽക്കരണം, സ്വദേശികളെ ജോലിയിൽ കൂടുതൽ എടുക്കണം, സ്വദേശികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണം തുടങ്ങി ഒട്ടനവധി നിബന്ധനകൾ പല ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ബിസിനസ് നടത്തിയിരുന്ന, അവിടെ എന്തെങ്കിലുമൊക്കെ വ്യവസായങ്ങൾ കൊണ്ട് നടന്നിരുന്ന പ്രവാസികളെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്നു. അവർ തങ്ങൾ ഇതുവരെ സമാഹരിച്ച നിക്ഷേപവുമായി കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. മറുവശത്ത് കേരളത്തിലെ ബാങ്കുകളിൽ NRI നിക്ഷേപമായി ഉള്ളത് 3 ലക്ഷം കോടി രൂപയാണ്. ഓരോ വർഷവും വലിയൊരു തുക കേരളത്തിലെ ബാങ്കുകളിലെത്തുന്നു. നമ്മുടെ പൊതുക്കടം 5 ലക്ഷം കോടിയാണ്. ഇവിടെ വികസനത്തിനോ കേരളം ഒരു പുതുയുഗത്തിലേക്ക് കടക്കുമ്പോൾ ആ വലിയ നിക്ഷേപം ഇറക്കാനോ സംസ്ഥാന സംവിധാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭരണകൂടത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൽ പ്രവാസികളെ ആകർഷിക്കുക, ഒരു റെമിറ്റൻസ് എക്കോണമിയിൽ നിന്ന് ഒരു നിക്ഷേപക എക്കോണമിയിലേക്ക് കേരളത്തെ മാറ്റുക, അങ്ങനെ പ്രവാസികൾ നാട്ടിലേക്ക് കൂടുതൽ വികസനത്തിനായി പണമിറക്കി ഇവിടെ പ്രവാസികളെ കൂടി ചേർത്ത് വലിയൊരു വികസന സ്വപ്നം സാധ്യമാക്കുക. ഇതാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. ഇതെത്ര കണ്ട് പ്രായോഗികമാണ്? നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്കിപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കേരളത്തിൽ എത്ര പൈസ ഇല്ലെങ്കിലും നമുക്ക് പുറത്തു പോയി കടം വാങ്ങാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്യില്ല. പക്ഷേ നമ്മുടെ മലയാളികൾ കേരളത്തിൻ്റെ അസറ്റ്സാണ്. അപ്പോൾ അവർ ലോകത്തിൻ്റെ എവിടെ കിടന്നാലും അവർക്ക് കേരളത്തിൽ നിക്ഷേപിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിക്ഷേപം സ്വീകരിക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ് തടസ്സം നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തൊരു വലിയൊരു പൊട്ടൻഷ്യാലിറ്റിയും ഒരു സാധ്യതയും കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് ഇവിടുത്തെ ഇൻഡസ്ട്രീനെ ഒന്ന്, ഈ സർവീസ് സെക്ടറാണല്ലോ കേരളത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ സർവീസ് സെക്ടറിനെ നല്ലതുപോലെ ഒന്ന് ഈസാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ആക്കി കഴിഞ്ഞാൽ, എന്നിട്ട് ഇതിപ്പം ഈ മൊത്തത്തിൽ ഒരൊറ്റ സിംഗിൾ ട്രസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതെടുത്തിട്ട് പിന്നെ ഗവൺമെൻറ്റിന് ഡെവലപ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ട്രസ്റ്റിലേക്കല്ല പണം. ട്രസ്റ്റ് എന്നുള്ളത് ഈ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന ഒരു കൗൺസിൽ മാത്രമാണ്. അല്ല, അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. അതിന് പകരം ഈ വരാൻ പോകുന്ന പ്രസ്ഥാനങ്ങൾ ഓരോ MLA-മാരുടെ ഭാഗത്തു നിന്നും അവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് ഹ്യൂജ് അവസരങ്ങൾ, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലുണ്ട്. അപ്പോൾ പല MLA-മാർക്കും അവരുടെ മണ്ഡലത്തിലൊരു 1000 കോടി രൂപ നിക്ഷേപം പ്രോസസ്സ് ചെയ്യുകയും അതിനുള്ള ലാഭം കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തിയിട്ട് അവിടെ നിന്നുള്ള എബ്രോഡുള്ള മലയാളികളെ നമ്മളത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവർക്കൊരു ഇക്വിറ്റി കിട്ടണം. പ്രധാനമായിട്ടും ഇക്വിറ്റി വരണം. അപ്പം ആ ഇക്വിറ്റി മുടക്കുന്നതിൻ്റെ ഒരു ഗ്യാരണ്ടിയാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. പിന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങളിവിടെ നടക്കണം. അപ്പം പിന്നെ ഗ്ലോബലി ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതൊരു ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു കൗൺസിലായിട്ട് നിന്നുകൊണ്ട് ഒരു അഡ്വൈസറി ആയിട്ട് അതിൻ്റെ കൂടെ ഗവൺമെൻറ്റിൻ്റെ അതിനെ ഈസ് ചെയ്യാനായിട്ട്, പക്ഷേ ആ ഫണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇക്കോണമിയിൽ ഏറ്റവും നല്ല ലാഭത്തോടു കൂടി ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് വന്ന നല്ലൊരു ബിസിനസ്സാണ് ഈ കരിക്കിൽ നിന്നും ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അത് എത്ര ഉണ്ടാക്കി അത് ഫുൾ ബുക്ക്ഡായി, കംപ്ലീറ്റ് അത് വിറ്റുപോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ശരിക്കും പറയാവുന്ന അങ്ങനൊരു വ്യവസായത്തിൻ്റെ 5% പോലും നമ്മളത് ഉപയോഗിച്ച് തീർന്നിട്ടുമില്ല. ഓക്കെ,
പിന്നെ ഈവൻ നമ്മൾ കളയുന്ന ചകിരി പോലും, ചകിരിയുടെ ചോറ് പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ചെടികൾ വെക്കാനും വീട്ടിനകത്ത് ചെടികൾ വെക്കാനും ഒക്കെ ആയിട്ട് പ്രൊഡക്റ്റാക്കി ഇറക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒരുപാട് സാധ്യത കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാദേശികമായിട്ട് നമുക്ക് പല ബിസിനസ്സുകളെയും കണ്ടെത്തി അതിന് ഇക്വിറ്റി കൊടുത്തുകൊണ്ട് നല്ല അഡ്മിനിസ്ട്രേഷനും ഉറപ്പ് കൊടുത്തുകൊണ്ട് പിന്നെ പ്രവാസികളെ കൊണ്ട് ചെയ്യിക്കാമെന്നുണ്ടെങ്കിൽ പല മണ്ഡലങ്ങളിലും ഈ 1,000 കോടിയുടെയൊക്കെ ടാർഗറ്റ് ബിസിനസ് വരാം. ബിസിനസ് വന്നാലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരുപാട് പേർക്ക് പണി കിട്ടും. മൊത്തമായിട്ടൊരു വികാസം നടക്കും. മൊത്തമായിട്ട് കേരളത്തിൻ്റെ ടാക്സ് എലമെൻറ്റ് ഒരുപാട് ക്രയവിക്രയം കൂടും. അതിനകത്ത് ഇപ്പോൾ ഈ നമ്മൾ ആദ്യമേ പോയി ഗൾഫിൽ വളരെ സുരക്ഷിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാളികളുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് അവരോട് നേരെ നമ്മൾ കേരളത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം ഇവിടുന്ന് നമ്മൾ ആരംഭിക്കണം. അതായത് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും അവിടുത്തെ സാഹചര്യങ്ങൾക്ക് ചേർന്ന ഇപ്പോൾ ഒരു തിങ്ക് ടാങ്ക് പഞ്ചായത്ത് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഭൂമിയൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ മിക്കവാറും മണ്ഡലത്തിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഭൂമി ലീസിൽ. രണ്ടാം ഭൂപരിഷ്കരണം വലിയൊരു പ്രഖ്യാപനമാണ്. അതെ, വലിയൊരു പ്രഖ്യാപനമാണ്. അപ്പോൾ ഈ മുടക്കുന്ന ആൾക്കാർക്ക് നല്ല ലാഭകരമാണ്. പിന്നെ ഈ പൈസ മുടക്കുന്നതുകൊണ്ട് ഈ NRIസിന് എന്താണ് അൾട്ടിമേറ്റ്ലി അവരതാണല്ലോ ചിന്തിക്കുന്നത്, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, എനിക്കെന്താണ് ഗുണമുള്ളതെന്ന് ചിന്തിക്കുമ്പം ഇവർക്ക് ഒരു രോഗമോ വീട്ടിൽ എമർജൻസിയോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്നൊരു എമൗണ്ട് അതിൽ നിന്ന് അത്യാവശ്യം വന്നാൽ കിട്ടണം. നമ്പർ 1. നമ്പർ 2, ഇവർ മുടക്കുന്നതിന് ശക്തമായ സുരക്ഷിതത്വം വേണം. 3ാമത് പാർട്ടിസിപ്പേഷനും അക്നോളജ്മെൻറ്റ് കിട്ടണം. 4ാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വരാവുന്ന ഈ ഒരു 70 വയസ്സിന് ശേഷമുള്ള ഒരു 10-25 വർഷത്തെ ജീവിതത്തിൽ ഈ മുടക്കി വെച്ചേക്കുന്ന ഈ സംഭവം ഉണ്ടെങ്കിൽ അത് സുരക്ഷിതമായി അവർക്ക് ജീവിക്കാനുള്ള ഒരു ഇൻകം അതിൽ നിന്ന് കിട്ടണം. ഇങ്ങനെ ഒരു 4-5 നീഡാണ് ഒരു ഇൻവെസ്റ്ററുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്നത്. പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിധിക്കുള്ള പൈസ എടുക്കാനില്ല. വികസനം അങ്ങോട്ട് വന്നാൽ ചെയിൻ പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വികസനം വരും. പക്ഷേ അത്രയും പൈസ നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. വേറൊരു സൈഡിൽ കൂടി ഇപ്പോൾ 3 ലക്ഷം കോടി രൂപയോളം ഓൾറെഡി തന്നെ നമ്മുടെ മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുക, നമ്മുടെ ബാങ്കുകളിൽ കിടക്കുകയാണ്. പക്ഷേ അത് വലിയ കാര്യമല്ല. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും പുറത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം പല ആൾക്കാരും ഇങ്ങോട്ട് പൈസ അധികം കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ എൻ്റെ ദുബൈയിലെ അക്കൗണ്ടിലെ പൈസ തന്നെ ഞാൻ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് എടുക്കാറില്ല. കാരണം അവിടെ കിടക്കുകയാണെങ്കിൽ ഇത് കൂടിക്കൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ മണിയുടെ ഒരു വാല്യൂ നോക്കിയിട്ടില്ല ആ വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ US ഡോളറായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ യാത്ര കഴിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ അത് കഴിഞ്ഞ് പലപ്പോഴും ഇത് കൂടി ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് പണ്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇന്ത്യൻ റുപ്പീസായിട്ട് മാറ്റും. ഇപ്പോൾ നിങ്ങളും അങ്ങനെ മാറ്റാനായിട്ട് നോക്കുന്നില്ലായിരിക്കുമല്ലേ, കൈ വെച്ചേക്കുമല്ലേ, കൈ സൂക്ഷിച്ചേക്കുമായിരിക്കുമല്ലോ. കാരണം അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലും മെച്ചപ്പെട്ട ഒരു റിട്ടേൺസ് നമുക്ക് കൊടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ അവസരങ്ങൾ ധാരാളമുണ്ട്. അതിങ്ങനെ ഈ ഒരു ആൾ മാത്രം വന്ന് ഇവിടെ ഒരു ബിസിനസ് ചെയ്യുമ്പോഴേ അവൻ അങ്ങ് മാക്സിമം സ്ട്രെസ് അനുഭവിക്കണം. ആ സമയത്ത് പഞ്ചായത്തുകളുടെ ഈ MLAമാരുടെയൊക്കെ ഒരു കൂട്ടായ്മയോടുകൂടി ഇയാളെ ഒരു ആന്ത്രപ്രണറായിട്ട് സംരക്ഷിക്കുക. ഇതിലൊരു മണ്ഡലത്തിൽ 10, 20, 50 ആന്ത്രപ്രണേഴ്സിനെ സംരക്ഷിച്ച് അവരുടെ ഒരു നല്ല ഇക്വിറ്റി പങ്കാളിത്തത്തോടു കൂടി കേരളത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ മണി വിൽക്കാം. പക്ഷേ സ്ഥിരം ശൈലിയുണ്ട്. ഈ പ്രവാസികൾ ആരെങ്കിലും ഒരു നിക്ഷേപകൻ ഇവിടെ എത്തി അവനെ ഊറ്റുന്ന പരിപാടി, ഈ രാഷ്ട്രീയക്കാരും സ്ഥലം പോലീസ് സംവിധാനവും അവിടുത്തെ ലോക്കൽ ഗുണ്ടകളും ഒക്കെ ചേർന്ന് ഒരു ഊറ്റിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിർത്തണം. കറക്റ്റ്. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ MLAയും അവരുടെ മണ്ഡലത്തിൽ ഒരു 1000 കോടിയുടെ ഒരു നിക്ഷേപം സുരക്ഷിതമായി അതൊരു വലിയ കേരളത്തിലെ തങ്കലിപികളിൽ എഴുതി ചേർക്കാവുന്ന ചരിത്രമായി മാറാവുന്ന നിക്ഷേപങ്ങൾ MLAമാരുടെയും പഞ്ചായത്തുകളുടെയൊക്കെ നേതൃത്വത്തിൽ. അപ്പോൾ അവിടെ നിന്ന് തന്നെ പോയേക്കുന്ന നിക്ഷേപകരുണ്ടല്ലോ, അതെ, അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പങ്കാളിത്തം കൊടുത്ത് അവർക്ക് ഇക്വിറ്റി കൊടുക്കണം. വലിയൊരു ഓഫർ നമ്മുടെ ബഡ്ജറ്റിലുണ്ട്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള എക്സസ് ലാൻഡ്, സർക്കാർ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള ഒരു എക്സസ് ലാൻഡ്, പിന്നീട് തോട്ടം മേഖലയിൽ സമഗ്രമായൊരു പൊളിച്ചെഴുത്തുണ്ടാകും എന്ന സൂചന. അപ്പോൾ ഇതൊക്കെ ചേർന്ന് വലിയൊരു ലാൻഡ് ബാങ്ക് ഒരു പക്ഷേ സർക്കാരിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ഏതൊക്കെ പൊട്ടൻഷ്യൽ മേഖലകളാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ നമ്മളുടെ എസ്റ്റേറ്റുകളെല്ലാം തന്നെ ദേ ആർ മാനുഫാക്ചറിങ് ലോസസ്. നഷ്ടം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.
അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് അവിടെയൊക്കെ നമുക്ക് ടൂറിസത്തിന് സാധ്യതയുണ്ട്. പക്ഷേ നിയമം പറയുന്നത് എന്തെന്നറിയോ, ഈ മൊത്തത്തിലുള്ള സ്ഥലത്തിന് അതിൻ്റെ 5% മാത്രമേ അതല്ല പഴയ ഗവൺമെൻറ് അല്ല സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റീവ് ഉണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് 10% മാത്രമേ നമുക്ക് ബിൽഡിങ്ങും വരാൻ പറ്റുള്ളൂ. അതെ അതെ. പക്ഷേ അതിനെ ശക്തമായി സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇടപെട്ടിട്ട് നമ്മൾ ഇക്കോളജിക്കൊന്നും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ അവിടെ ഒരു ഈക്കോ സിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടൂറിസം ഫ്ലറിഷ് ചെയ്യാൻ അത് മാത്രം മതി. നമ്മൾ ആ ഇക്കോളജിക്കൊന്നും പറ്റണ്ട. അവിടെ കല്ല് പൊട്ടിക്കുകയോ പാറ കെട്ടുകയോ മലകൾക്ക് ദോഷം വരികയോ ഒന്നും ചെയ്യാതെ വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് ഉള്ള പ്രോജക്റ്റുകൾ കിട്ടുമല്ലോ. അത്രയും പ്രോജക്റ്റ് ഉള്ളത് കൊടുത്താൽ മതി. അതിനിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈവൻ മലയാളികൾ മാത്രമല്ല, മലയാളികൾ പോരുന്ന കൂടെ ചിലപ്പോൾ അറബികളും കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ടൂറിസത്തിൽ 100% ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല, നല്ല റോഡുകൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യം ഗവൺമെൻറ് ഒരുക്കുക. മറുവശത്ത് ഈ സുരക്ഷിതം ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ചെറിയ കടകളിൽ വരെയും കയറി ഈ CET ഗുണ്ടകളൊക്കെ കാണിക്കുന്ന അതിക്രമം. ഇതിനെ പോലീസിൽ പോലും കണ്ണടക്കി. കാരണം അവർക്കൊക്കെ ഭയമായി. ഇവരൊക്കെ തമ്മിലൊരു ചങ്ങാത്തമുണ്ട്. ഒരു പാരലൽ എക്കോണമി കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ആ പാരലൽ എക്കോണമിയെ അതിജീവിക്കുക, ആ പാരലൽ എക്കോസിസ്റ്റത്തെ അതിജീവിക്കുക, അത് പലപ്പോഴും ഈ നിക്ഷേപകർക്ക്, സംരംഭകർക്ക് കഴിയാറില്ല. അതാണ് എല്ലാ കാലത്തും. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഭയപ്പെടുത്തൽ, ബിസിനസ്സുകാരോടുള്ള ഈ ഭയപ്പെടുത്തൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരു രാജ്യത്താണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഗവൺമെൻറ് ഇതിനെ എങ്ങനെ നേരിടും? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളിൻ്റെ പേരിൽ ഇൻഡിവിജ്വലായിട്ട് കേസെടുക്കും. അതെ, ആ ഇൻഡിവിജ്വലായിട്ട് കേസെടുത്ത് ഇപ്പോൾ 100 പേര് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പുറകിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വരാൻ ആളെ കിട്ടത്തില്ല. അല്ല, പരിസ്ഥിതി മലിനീകരണം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർത്തി ഏതൊരു മേഖലയിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ച് അവനെ പൂട്ടിക്കെട്ടിക്കുക, അതിനുവേണ്ടി തന്നെ റിസർച്ച് ചെയ്യുന്ന കുറേയേറെ പേരുണ്ട്. അതിനകത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശക്തമായൊരു നിയമം തന്നെ നമ്മുടെ IPC-യിലുണ്ട്, ഇപ്പോൾ BNS-ലുണ്ട്. ഈ നമുക്ക് നഷ്ടം വരുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായൊരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ 3 വർഷം വരെ ജയിലിൽ കിടക്കേണ്ട ഗതികേടുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ കേസ് എടുക്കാറേ ഇല്ല. 167 ആയിരുന്നു IPC നേരത്തെ അത്. അപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മണ്ണെടുക്കാതെ മണ്ണെടുത്തു എന്ന് പറയുക, തെറ്റായ റിപ്പോർട്ട് കൊടുക്കുക. ഈ പറഞ്ഞ പഞ്ചായത്തിൽ നിന്നും അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളിലും തഹസിൽദാരും ഭയങ്കര തെറ്റായ റിപ്പോർട്ട് കൊടുത്തിട്ട് പല പരിപാടികളും പൂട്ടിക്കുക. ഞാൻ പല പ്രാവശ്യം ചില ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് സിംഗിൾ വിൻഡോ ബോർഡിലിരുന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുന്ന അറിയുമ്പോൾ വൻകിട സ്ഥാപനങ്ങളുടെ പോലും ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് പെർമിഷൻ കൊടുക്കാതെ വെച്ചേക്കുന്ന ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ആക്ച്വലി ഇതിന് തടസ്സം ഉണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഈ നമ്മൾ പറഞ്ഞ പോളിറ്റീഷ്യനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞും അതെ, ഉദ്യോഗസ്ഥർ വലിയ തലവേദന 10 ഇരട്ടി. അതായത് ഒരു സംഭവം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ റീസെർച്ച് നടത്തുന്നത്, ഒരു PhD തീസിസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രോജക്റ്റ് ഓക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കുറിക്കുന്ന ഒരു ഒറ്റ കുറി മതി ഒരാളുടെ ജീവിതം തകരാൻ. അതെ, പിന്നെ അയാൾ ഇതുമായി സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി, മന്ത്രി ഓഫീസിൽ കയറി ഇറങ്ങി ജീവിതം പോകും. അല്ല, ആ ഒരു സംഭവമേ ഇപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തെ അവിടുത്തെ പുതിയ MLA ഇദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ MLA വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ പരിചയമില്ലാത്ത നമ്പറെല്ലാം എടുക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഇതെന്തെങ്കിലും ഫണ്ട് ചോദിക്കുമെന്നുള്ളതാണ് പുള്ളിയുടെ പേടി. അപ്പോൾ MLA വരുന്നു പറഞ്ഞപ്പോൾ എല്ലാം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറി. ഒരു ദിവസം ഇതാ നേരെ വണ്ടി വന്നിട്ട് MLA ആണെന്നും പറഞ്ഞ് വന്നു. ഇയാൾ പെട്ടുപോയി. അപ്പോൾ ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളൊരു കാര്യം ചെയ്തു, ഇങ്ങനെ കാശ് ചോദിക്കും, അയാളൊരു 5 ലക്ഷം രൂപ അങ്ങ് കൊടുക്കാം എന്ന് മനസ്സിൽ തീരുമാനിച്ചു. എന്നിട്ട് പുള്ളിക്ക് നഷ്ടമാണ്, ആളെ കിട്ടാനില്ല, പണി നടക്കുന്നില്ല, ഏറ്റെടുത്ത് നടക്കുന്നില്ല എന്നെല്ലാം പുള്ളി പറഞ്ഞു. അപ്പോൾ ഈ MLA ചോദിച്ചു, അപ്പടിയാ, അപ്പോൾ നമുക്കത് പരിഹരിക്കാം, അവിടെ ചെയ്യാം, ഇത് ചെയ്യാം, ആളെ അവിടെ നിന്ന് കിട്ടാം, ആ ജില്ലയിൽ നമുക്ക് ആൾക്കാരെ തരാം, ഈ ജില്ലയിൽ നിന്ന് തരാം. അത് കഴിഞ്ഞ് ഇങ്ങനൊരു ചായയൊക്കെ കൊടുത്തു. ചായ കൊടുത്ത് ഇദ്ദേഹം പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ ഇതിലും വലുത് കൊണ്ടുവരണം. അയാൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാൾ കാശ് തന്നതല്ല. അപ്പോൾ ഈ MLA ഇങ്ങനെ പറയുന്നത് ഇതിലും കുറച്ചുകൂടെ വലുത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ പ്രോജക്റ്റ്? അപ്പോൾ അല്ലാതെ അയാൾക്ക് 5 പൈസ വേണ്ട, 5 പൈസ അയാളോട് ചോദിക്കുന്നില്ല. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ശിഷ്യനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി പോയി, നമുക്ക് എന്ത് വേണം ചെയ്യാം. ഈ തിരുവനന്തപുരത്ത് സ്റ്റാച്യു ഇല്ല, എൻ്റെ ഒരു വിദേശത്തുള്ള സുഹൃത്ത്, അദ്ദേഹം ഒരു ഓഫീസ് ഇട്ടു. ഓഫീസ് ബിസിനസ്സിൽ ലോസ് വന്നു, നിർത്താൻ തീരുമാനിച്ചു. ഫർണിച്ചറൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം.
യൂണിയൻകാരെല്ലാം സംഘടിച്ചു. 50,000 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹം വിദേശത്തിരുന്ന് എന്നെ വിളിച്ചു. 50,000 രൂപ ചോദിക്കുന്നു, വല്ല 5,000 വല്ല കുറച്ചേക്കും, 40,000 രൂപ അത് വലിയ കൂടുതലാണ്. ആകെ 5-6 മേശയും കുറച്ച് ഫർണിച്ചറും ഉള്ളൂ. അപ്പോൾ ഇത് വലിയ അന്യായമല്ലേ. ഞാനതിൽ 2 പേരെ വിട്ടിട്ട് ലേബറിൻ്റെ രേഖയും വാങ്ങി, ഓരോ മേശ പിടിച്ചിറക്കുന്നതിന് ഇത്ര. ഇത് വെച്ചിട്ട് ആ യൂണിയൻ ലീഡറെ ഞാൻ വിളിച്ചിട്ട്, ഇതാണ് ലേബറിൻ്റെ കണക്ക്, നിങ്ങൾ 50,000 ചോദിച്ചാൽ എന്ത് അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇത് വെച്ചിട്ട് 3,000 രൂപ തരാൻ പറ്റും. അവർ 5,000 ആക്കാവോ? അങ്ങനെ 5,000-ന് സാധനം ഇറക്കി. അപ്പോൾ അങ്ങനെ ഇടപെടാൻ പറ്റുന്നില്ല എങ്കിൽ ഇവരുടെ ഒരു ശൈലി ഇതാണ്. എത്ര പേർക്ക് അങ്ങനെ ഇത്തരം ഈ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസത്തെ നേരിടാൻ കഴിയും? ഒരു തവണ ഒരു കുറച്ച് ഫർണിച്ചർ ഇറക്കുന്ന കാര്യമായി. ഇതുപോലെ നിരന്തരം ഒരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ, ഒരു ഫാക്ടറി ആണെങ്കിൽ എന്നും ലോഡ് വരും, അൺലോഡിംഗ് ഉണ്ട്. ഇതൊക്കെ നിരന്തരം തലവേദനയാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അല്ല, അവിടെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ചൊന്ന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ ബോധവൽക്കരിക്കാനുണ്ട്. അല്ല, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഇതിൻ്റെ ഉടമയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മെയിൻ ഇൻവെസ്റ്റർ ഇരിക്കുമ്പോൾ, അയാൾ വിദേശത്ത് ഗൾഫിലാണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എങ്ങനെയും പൈസ വിടുങ്ങാം എന്നുള്ള ഒരു ധാരണയാണ്. ഈ എൻ്റെ കൂടെ ഈ ആന്ത്രപ്രനേഴ്സിനുള്ള ട്രെയിനിങ് എടുത്തേക്കുന്ന ആൾക്കാർ എപ്പോഴും ഹോട്ട്ലൈനാണ്, എന്തെങ്കിലും കാര്യമുണ്ട് എന്നോട് ചോദിക്കാനായിട്ട്. അപ്പോൾ യാതൊരു നിവൃത്തിയില്ലല്ലോ അവരെന്നെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കേസിനകത്ത് വിളിച്ച്, അവർ ലേഡിയാണ്, അവർ ചെരുപ്പ് കടയാണ് നടത്തുന്നത്. ആ ചെരുപ്പ് കട കുറച്ചുകൂടെ വലിയ കടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായ കടയല്ല, കുറച്ചുകൂടെ വലുതായി. അപ്പോൾ ഇവരുടെ സാധനം മൊത്തം എടുത്ത് മാറ്റാനായിട്ട് ഈ പറഞ്ഞ പോലെ 90,000 രൂപ ചോദിച്ചു. 90,000 രൂപ ചോദിച്ചു. അപ്പം പിന്നെ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു അതിന് എത്ര കൊടുക്കാം? ഒരു 15-20 രൂപയ്ക്കൊക്കെ ഉള്ള വകയുള്ളൂ സാറേ, പക്ഷേ 90,000 രൂപ തരാതെ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അവരുടെ കൊടുത്തു, ഹൈക്കോടതിയിൽ വക്കീലാന്ന് പറ, എന്നെ പറഞ്ഞിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ഫോൺ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങൾ അതിനകത്തൊരു ഇത്ര രൂപയ്ക്ക് എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞൊരു കോട്ട് തരണം. ആ കോട്ട് വെച്ചിട്ട് ഞാൻ സാങ്ഷൻ ആക്കിയാലേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അല്ല, നിങ്ങൾ എത്രമാത്രം ഒച്ചപ്പാടുണ്ടാക്കിയാലും നിങ്ങൾക്കൊന്നും കിട്ടില്ല. അപ്പം അതുകൊണ്ട് കോട്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ലേബർ കാർഡ് നോക്കി നിങ്ങളുടെ റേറ്റും ഒക്കെ നോക്കിയിട്ട് പക്ഷേ നിങ്ങളുടെ കാർഡിനകത്ത് നമ്പർ എഴുതണം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എഴുതണം. എഴുതിയിട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ ചെക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ബാങ്കിൽ നിങ്ങൾ എടുത്താൽ മതി, എമൗണ്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇവരോട് പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ വക്കീൽമാരോട് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം അവർ പറഞ്ഞ്, വക്കീൽ പറയാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് വീണ്ടും സംസാരിച്ച് 12,000 രൂപയിൽ ഒരു കടയിലെ സാധനം മുഴുവൻ എടുത്ത് മാറ്റിക്കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ചെയ്താൽ മതി, നമ്മൾ ഇതൊക്കെ അവരുടെ കാർഡെല്ലാം എഴുതി എന്നിട്ട് അവരുടെ അക്കൗണ്ടിലിട്ട് കൊടുത്താൽ മതി. അവിടെ നമ്മൾ ഈ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമ്മൾ പാനിക്ഡായി. ഇതൊത്തിരി ബണ്ടിൽസ് ഉണ്ട് കേട്ടോ. ഈ 12,000 രൂപ ശരിക്കും പറഞ്ഞ എമൗണ്ട് കുറവാണ്, പക്ഷേ ഒത്തിരി ബണ്ടിൽസ് അടുത്ത കടയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ അവർ ഈ പറഞ്ഞ 12,000 രൂപയ്ക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. കാരണം അവർ ഈ പറഞ്ഞ പോലെ ചോദിക്കാനും പറയാനും പറ്റിയ ഒരാളെ ഏൽപ്പിച്ചതാണ് അവിടെ പറ്റിയത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ അങ്ങനെ നമ്മൾ മണ്ടരായിട്ട് എടുത്തു കൊടുക്കുമ്പോൾ അതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പഴയതുപോലെ നമ്മുടെ കടയിൽ കയറി അടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യും. പ്രവാസികൾക്കുള്ള മുഖ്യൊരു പ്രശ്നം, കേരളത്തിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ റിലേറ്റീവ്സോ സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ ഈ ഗൾഫിലിരുന്ന ഈ റിലേറ്റീവ്സ് സഹോദരൻ വഴിയായിരിക്കും, അല്ല സഹോദരി വഴിയോ വകയിലൊരു ബന്ധു വഴിയോ ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്. കുറേ കഴിയുമ്പോൾ ഇതൊക്കെ വ്യാജരേഖയുണ്ടാക്കി അല്ലെങ്കിൽ വ്യാജമായ തലത്തിൽ ഇതൊക്കെ അടിച്ചു മാറ്റി ഇവർ മണ്ടന്മാരാവുന്ന ഒത്തിരി. അല്ലല്ല, ബാങ്കിന് ഒരു നിയമമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാങ്കിന് നമ്മൾ ഓതറൈസ് ചെയ്താൽ ബാങ്കിൽ നിന്ന് കൊടുക്കാം. ബാങ്കിന് അങ്ങനെ ഒരു കുറച്ചുകൂടെ ഒരു എത്ര ബന്ധം ഉണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു കാര്യഗൗരവം പുലർത്തണം, അല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും വിളിച്ചാലും മതി, അവരാരും ഇതിനെതിരെ നിൽക്കത്തില്ല. അല്ല, ഇവരെല്ലാം കൂടെ എക്സസ് ചിലപ്പോൾ ഇയാളെ ഊറ്റാൻ നോക്കും. അല്ല, അങ്ങനെ വന്നാൽ പിന്നെ വക്കീലുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ജനമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ബന്ധമുണ്ട്, വീട് പണിയുന്നിടത്തൊക്കെ ഒന്ന് അയൽവക്കംകാരൻ വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതെ, അല്ല ഞാനിപ്പോൾ കൊണ്ട് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഈ വിദേശികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, വിദേശികൾ മീൻസ് ഞാൻ ഉദ്ദേശിച്ച പ്രവാസി മലയാളികൾ, എപ്പോഴെങ്കിലും അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു കേസോ ബുക്കാറോ ഉണ്ടായാൽ തിരിച്ചു കയറി പോകാൻ പറ്റത്തില്ല. അതോടുകൂടി അവർ പാനിക്കാവും.
അല്ല, ഞാൻ ചോദിക്കുന്നത് അവർക്ക് ആ റൈറ്റ് കൈൻഡ് ഓഫ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പിന്നെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രസ്റ്റ് ഒരു കോർപ്പറേഷൻ. ഇതൊക്കെ ഇതിൻ്റെ പ്രതിസന്ധികൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാരിന് ഇവിടെ ഒരു വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ കഴിയും. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ചേഞ്ച് ഉണ്ട്, ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ആണെങ്കിൽ ആ ഇടപെട്ടാലൊന്നും തീരത്തൊന്നുമില്ല. അതെ, ഇപ്പം നമുക്കിതല്ലാതെ വേറെ വഴിയില്ല. രേഖകൾ തരണമെന്ന് പറഞ്ഞാൽ തന്നേ പറ്റുള്ളൂ എന്നതുപോലെ. ഏറ്റവും വലിയൊരു ആയുധം മൊബൈൽ ഫോണാണ്. എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ ഒരു തെളിവായി മാറുമെന്ന് ഈ അടുത്ത് നിൽക്കുന്നവർക്കറിയാം. അല്ലെ CCTV ക്യാമറ, ഇതൊക്കെ വലിയൊരു പ്രശ്നങ്ങളാണ്, വലിയൊരു തെളിവാണ്. അതെ. അല്ല, ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരു വലിയൊരു കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും വരത്തില്ല. വരാനായിട്ട് ഭയങ്കര വലിയ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ MLA-മാരും മുൻകൈ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 1,000 കോടിയുടെ നിക്ഷേപം വരണം. 1000 കോടി പദ്ധതി ഇട്ടാൽ 100 കോടിയെങ്കിലും കിട്ടും. അതൊന്നുമല്ല, 1000 കോടി കിട്ടും. കാരണം ഈ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്താണ് കേരളത്തിലെ അവസരങ്ങളെന്ന് പറയുന്നത്? നമ്മളതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷേ എന്തൊക്കെയാണ് അവസരങ്ങളുള്ളതെന്ന് MLA കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ MLA-യും പഞ്ചായത്തും ഒക്കെ കൂടെ, ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോസിറ്റീവായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ 200 പേരെ തന്നിട്ട് ലേമർഡീനിൽ വെച്ചിട്ട് ഞാനൊരു ദിവസത്തെ ക്ലാസ് എടുത്തു, അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്പോൺസേഡ് ആയിരുന്നു. പഞ്ചായത്തിൻ്റെ തൃശ്ശൂർ ഉണ്ടാഞ്ഞിട്ട് അവിടെ പോയി എടുക്കാതെ ലേമർഡീനിൽ തന്നെ വെച്ചിട്ട് എടുത്തു. അതിനകത്ത് പല ആൾക്കാർ ഇപ്പോഴും ഞാനുമായിട്ട് ടച്ച് ഉള്ളവരുണ്ട്. അവർ പറയുന്ന അവർക്ക് ഒരുപാട് കാര്യം പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. ഞാനൊന്ന് ചർച്ച ചെയ്തതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു MLA-ക്കോ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോ അതിന് മുഴുവൻ കാര്യങ്ങൾ കാണത്തില്ല. പക്ഷെ നല്ല കൺസൾട്ടൻസ് ഉണ്ട്. കേരളത്തിലെ മൾട്ടിനാഷണൽസിന് വേണ്ടിയൊക്കെ ഓസ്ട്രേലിയയിൽ, UK-യിൽ, US-ലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എത്രമാത്രം കൺസൾട്ടൻസ് ഉണ്ട്. നമുക്കിവിടെ അപ്പോൾ ഈ 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു MLA എടുത്ത് കൊണ്ടുവരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നവന് ഒരു തടസ്സവും ഇല്ലാതാക്കാമെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് പ്രധാന ആൾ MLA കൂടെ ആണെങ്കിൽ അങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുക? ആ ഒരു ഫ്രെയിം വർക്ക്, ആ ഒരു സോഷ്യൽ സപ്പോർട്ട് കൊടുത്താൽ ഇൻഡസ്ട്രി ഇവിടെ നിറച്ചു വരും. ഒരുപാട് സാധ്യതയുണ്ട്, പർട്ടിക്കുലർലി സർവീസ് സെക്ടറിൽ. അല്ല, വിദേശങ്ങളിൽ, ഗൾഫിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ മാത്രമല്ല, കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയ വലിയൊരു വിഭാഗമുണ്ട്. അതെ, ഏകദേശം 46 ലക്ഷം കുടിയേറ്റ പ്രവാസികളിൽ 30 ലക്ഷമാണ് വിദേശങ്ങളിലേക്ക് പോയി എന്ന് കണക്ക് കൂട്ടിയിരിക്കുന്നത്. 16 ലക്ഷം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അവരുടെയും നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇവിടെ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ US-ലും കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ പോയി താമസിക്കുന്ന അവർ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ കൂടുവാണെങ്കിലും ബേസിക്കലി അവരുടെ ഐഡൻറ്റിറ്റി ഇന്ത്യൻ എന്നുള്ളത് തന്നെയാണ്. അല്ല, അമേരിക്കയിലേക്ക് പോകുന്നവർ അവിടെ തന്നെ നിക്ഷേപം ഇറക്കുന്നു. അവർ അധികം മടങ്ങാനുള്ള സാധ്യതയില്ല. അമേരിക്ക, കാനഡ അല്ല, അതിനകത്ത് വലിയ മാറ്റമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്തിടെ എൻ്റെ അടുത്ത് അമേരിക്കൻ കക്ഷികൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലാത്തൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് നമ്മൾ കെയർ ഹോമിൽ താമസിക്കുമ്പോൾ ഇൻഷുറൻസ് ഇല്ല, നമ്മൾ തന്നെ എല്ലാം നേരത്തെ കൊടുക്കണം. അപ്പോൾ അവിടുത്തെ ജീവിതം ഭയങ്കര നരക തുല്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വളരെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു കോഴ്സും തുടങ്ങിയിട്ടുണ്ടല്ലോ, വളരെ പേഴ്സണലൈസ്ഡ് കെയർ കിട്ടും. അന്ത്യകാലം ഇവിടുത്തെ ഈ കെയർ സെൻ്ററുകളൊക്കെ ഒരു വലിയ ദുരിത പൂർണ്ണമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, ഞാൻ ഈ കെയർ സെൻ്ററുകളിൽ ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് എടുക്കാനായിട്ട് ഞാൻ പോയപ്പോൾ ഇവരെല്ലാം ഒന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇവരൊട്ട് മരിക്കാൻ സമ്മതിക്കുന്നതുമില്ല, ഇവർക്കൊരു കാര്യമായിട്ട് ചെയ്യാനുമില്ല, വ്യർത്ഥമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് കെയർ കിട്ടും. പ്രത്യേകിച്ച് ഒരു ഫിസിയോതെറാപ്പി വേണ്ടവർക്കോ ഏത് കെയർ ആണെങ്കിലും നമുക്കിവിടെ കുറച്ചുകൂടെ കെയർ കിട്ടും. ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യമല്ല, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങോട്ട് പോരുക, ഇവിടെ വന്ന് ജീവിക്കാനായിട്ട്. സിറ്റിസൺഷിപ്പൊക്കെ ഉള്ളവരാണ്, പക്ഷേ ഇവിടെ വന്ന് മരിക്കണമെന്നുള്ളതും ഇവിടെ കുറച്ചുകൂടെ ലൈഫ് കിട്ടുമെന്നുള്ളതും കേരളത്തെ ആസ്വദിക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ വേണ്ടിയിട്ട് പല മണ്ഡലങ്ങളിലും ചെയ്തു കൊടുക്കാൻ MLA-മാരെ കൊണ്ട് പറ്റും. MLA-മാർ മാത്രമല്ല, ധാരാളം ഒരു പൊതുരംഗത്തുള്ള ഒട്ടനവധി പേർ ഒരു മുന്നിട്ടിറങ്ങണം അല്ലേ ഇത്തരം പദ്ധതികളുമായിട്ട്. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റായിട്ട് ഇൻവെസ്റ്റർക്ക് അവൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഉറപ്പായിട്ട് ഓരോ നിയോജക മണ്ഡലം തോറും ഇത്തരം പ്രവാസി കൗൺസിലുകൾ അല്ലെങ്കിൽ പ്രവാസി ട്രസ്റ്റുകൾക്ക്
രൂപം കൊടുക്കുകയും അവരതിന് നേതൃത്വം കൊടുക്കുകയും അവരിടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു കുറച്ചുകൂടി ഒരു പ്രവാസി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി അബ്സല്യൂട്ടായിട്ട് പ്രവാസി ഫ്രണ്ട്ലി. കാരണം അവർ നമ്മുടെ സ്വത്താണല്ലോ എവിടെയാണേലും. അല്ല, കേരളത്തിൻ്റെ എക്കോണമിയിലേക്ക് അവർ 24% കോൺട്രിബ്യൂഷനാണ്. അതെ അതെ. ഇന്ത്യയിലേക്ക് വരുന്ന ടോട്ടൽ റെമിറ്റൻസിൻ്റെ 21% കേരളത്തിൽ നിന്നുള്ളവരാണ്. അതെ അതെ. അപ്പം അത്ര വലിയൊരു സാമ്പത്തിക ബാക്കിംഗ് ആണ് അവർ നൽകുന്നത് നമുക്ക്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലം എടുക്കൂ, ഒരു MLA തയ്യാറാകട്ടെ, നമുക്കൊരു പൈലറ്റ് പ്രോജക്റ്റ് ചെയ്യാം, ഒരെണ്ണം. അത് ഞാൻ പറഞ്ഞത് 1000 കോടി രൂപയുടെ അതിൽ നിന്ന് വരുന്ന വരുമാനത്തിൻ്റെ ഇതും അതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഫോളോ ചെയ്യും. ഒരു കേസ് സ്റ്റഡി ഒരെണ്ണം അത്രയും താല്പര്യമുള്ള ഒരു MLA എടുക്കുക. തീർച്ചയായിട്ടും എല്ലാ MLA-മാരും ആ പൊതുരംഗത്തുള്ളവരും ഒക്കെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറുമല്ലോ. പക്ഷെ മറ്റ് തട്ടിപ്പുകൾക്ക് ഇത് വേദിയാവരുത് എന്ന് മാത്രം. അല്ല, അതിന് യാതൊരു വേണം. ഗവൺമെൻറ് ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പോകണം. പിന്നെ തന്നെയല്ല, അത്രയും ഉറപ്പ് വേണം. അതെ, ആ ഒരു കൗൺസിലിനകത്ത് എന്തൊക്കെ പ്രോജക്റ്റുകൾ ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊരു വിശദമായ പഠനം, അതിനൊരു ബാങ്കിങ് വേണം, നിക്ഷേപ ബാങ്കിങ്, ലാൻഡ് ബാങ്കിങ് സൗകര്യങ്ങളുണ്ടെങ്കിൽ അത്, ഇത്തരം ഘടകങ്ങളൊക്കെ ഒത്തൊരുമിച്ചാൽ മാത്രമേ നിക്ഷേപകർ ധൈര്യമായിട്ട് ഇങ്ങ് വരൂ. ഈ മിൽക്കിൽ നിന്ന് എടുക്കാവുന്ന 3000-ലധികം പ്രോഡക്റ്റ്സ് ഉണ്ട്. നമ്മൾ പാല്, വെണ്ണ, തൈര്, 10-നകത്തുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പം മിൽക്ക് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് പേര്, അത് മലയാളികളൊക്കെ പ്രവർത്തിച്ച് അവരുടെ ടെക്നോളജിയും ഉണ്ട്. അല്ല, വിദേശത്തൊക്കെ ഉള്ളവരുടെ ഒരുപാട് ഇത്തരം ആശയങ്ങളുണ്ട്. അവരത് കേരളത്തിൽ നടപ്പാക്കിയാൽ കേരളം മറ്റൊരു പർദീസയായി മാറും. തേങ്ങയിൽ നിന്നും കരിക്കിൽ നിന്നും 1000-ലധികം പ്രോഡക്ട്സ് ഉണ്ടല്ലോ ലോകത്ത് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ എന്തൊരു മാറ്റമാണ്. ഒരൊറ്റ ഒരു മണ്ഡലം എടുത്തിട്ട് ഒരു പൈലറ്റായിട്ട് ഒരു സ്റ്റഡി ചെയ്ത് 1 വർഷം കൊണ്ട് അതിൽ വരുത്താവുന്ന മാറ്റം അത് കാണുവാണെങ്കിൽ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഫണ്ട് കൊണ്ട് നിറയും. ഒരു നിക്ഷേപക സൗഹൃദ അത് കാണിച്ചു കൊടുക്കണം. ഗവൺമെൻറ് അത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. കേരളത്തെ കൃത്യമായ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയാൽ വേണമെങ്കിൽ നമുക്ക് ദുബായ് പോലും കൊണ്ട് പറിച്ചു നടാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേരളത്തിലെ മനുഷ്യരെ ഇത്ര സ്നേഹമുള്ള മനുഷ്യർ ലോകത്തിലില്ല. എന്നാന്ന് വെച്ചാൽ അയൽവക്കത്ത് ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കാൻ ഒരുത്തിനും സമ്മതിക്കത്തില്ല. റോഡിലെടുത്ത് മറിഞ്ഞു വീണാലോ വണ്ടി ഇടിച്ച് വീണാലോ വേറെ ഒരിടത്തും അല്ല. മലയാളികളാണെങ്കിൽ അത് അപ്പം പോയി നോക്കി അവനെടുത്ത് ഏതായാലും ഹോസ്പിറ്റലാക്കുക എന്നൊക്കെ കാര്യമൊക്കെ. എത്രയോ വീടുകൾ കെട്ടിക്കൊടുക്കുക മലയാളികൾ, എത്ര വീടുകൾ കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്തിടെ സുപ്രീം കോർട്ട് എതിരായിട്ട് നിന്നിട്ട് പോലും ഉടനെ തന്നെ തീരുമാനമെടുത്ത് 7 വീടുകൾ വെച്ചു കൊടുക്കാൻ സ്പോൺസേഴ്സും വന്നില്ലേ. വേറെ എവിടെ നടക്കുന്നുണ്ട് ഇത്? അല്ല, നന്മയുള്ളൊരു സമൂഹമാണ്. പിന്നെ ഇത്രയും മനുഷ്യനെ സ്നേഹിക്കുന്ന, അതിനിടയ്ക്ക് ചെറിയ ഒരു കുണ്ടാഴികളൊക്കെ ഉണ്ടാകും, ഇച്ചിരി ഈവൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതൊന്നും അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞത് ലീഡർഷിപ്പ് ഉള്ളപ്പോൾ ഇതെല്ലാം മാറും. പക്ഷെ ഇതിനെ ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റാൻ സർക്കാർ ഇച്ഛാശക്തിയോടെ ഇറങ്ങിത്തിരിക്കണം. അതെ അതെ. തെരുവുകളിലുള്ള ഗുണ്ടായുസ് അവസാനിപ്പിക്കണം, ലഹരി ഉപയോഗം അവസാനിപ്പിക്കണം, തൊഴിലില്ലാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് കഴിയുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ നിയന്ത്രിക്കണം, ട്രേഡ് യൂണിയനിസം നിയന്ത്രിക്കണം. ഞാൻ ചോദിക്കുന്ന ട്രേഡ് യൂണിയൻസൊക്കെ ഇപ്പം ഈ പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയനെ കൊണ്ടൊന്നും ആരും തലപൊക്കിയല്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് യൂണിയനെ വില്ലനായിട്ട് കാണണ്ട. കാരണം നല്ലപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സാധനങ്ങൾ നമുക്ക് പോയി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടുവൊക്കെ ഉളുക്കി കിടക്കും. പക്ഷെ അത് നന്നായിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പലപ്പോഴും ഇപ്പോൾ ട്രെയിനിൽ കയറിയാൽ പോകുന്നത് എൻ്റെ ലഗേജ് എനിക്ക് എടുത്തുകൊണ്ട് പോകാമെന്നുള്ളെങ്കിൽ ഞാനൊരു പോർട്ടറെ എൻഗേജ് ചെയ്യും. കാരണം വെച്ചാൽ എവിടെ വെക്കണ്ടേന്ന് പോലും നോക്കണ്ട. അയാൾ തന്നെ കൊണ്ടുപോയി അയാൾ തന്നെ എന്നെ ഇരുത്തേണ്ട സ്ഥലത്ത് കൊണ്ടിരുത്തി സെറ്റ് ചെയ്തിട്ട് അയാൾ പൊക്കോളും. അപ്പോൾ അയാളോട് നമ്മളൊരു ടിപ്പായിട്ട് കൊടുക്കുന്നത് സന്തോഷമായിട്ട്. കാരണം നമ്മുടെ ഒരു ഫോർച്യൂൺസ് ഷെയർ ചെയ്യാമല്ലോ. അത് ശരിയാണ്. ഒരു ഫോർച്യൂൺസ് നമ്മൾ ഷെയർ ചെയ്യും. അയാളുടെ നമ്മൾ കൊടുക്കുമ്പോൾ 5 രൂപ 10 രൂപ 50 രൂപ കൂടുതൽ കൊടുക്കുമ്പം അയാളുടെ കണ്ണിലുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി കണക്ക് പറഞ്ഞ് അവൻ 50 കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവനൊരു ഇത് വരുമില്ലേ. അപ്പം അങ്ങേപോലെ എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല. അല്ല, അങ്ങനെയല്ല. നമ്മുടെ ഫോർച്യൂൺസ് നമ്മൾ അത്രയും കൂടുതൽ ഉണ്ടാക്കുക, ഷെയർ ചെയ്യാമല്ലോ. അല്ല, ഇല്ലാത്തവരും ഉണ്ട് കൂട്ടത്തില്. അല്ല, ഞാൻ ചോദിക്കുന്നതായിട്ടുള്ള കൂലിയെ കൊടുക്കാൻ കഴിയും. അല്ല, എനിക്കറിയാവുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പോർട്ടേഴ്സ് എടുത്തുകൊണ്ട് വെച്ചിട്ട് സ്ത്രീകൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് വെച്ചിട്ടില്ല, വേണ്ട മാഡം ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥിരം വരുന്നതായിരിക്കാം. അതും ഒരു നന്മപരമാണ്. നന്മപരമാണ്. അല്ല, എല്ലായിടത്തും നന്മയുണ്ട്. നന്മ എവിടെ കണ്ടാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഏതായാലും വി.ഡി. സതീശൻ്റെ ഈ ഒരു ആശയം വളരെ വിജയകരമാകട്ടെ. ഞാനൊരു കാര്യം തീർത്ത് പറയാം. എനിക്ക്
ഞാനൊരു പൊളിറ്റീഷ്യനും ഇല്ലാത്ത ആളാണ്. പക്ഷേ എനിക്ക് 1.5 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ. അതിനകത്ത് ഈ ഇടതുപക്ഷത്തിൽപ്പെട്ട സംരംഭകരും എൻ്റെ സ്റ്റുഡൻസ് ഒത്തിരി പേരുണ്ട്. അവർ പോലും ഭയങ്കര പ്രതീക്ഷയിലാണ് പറയുന്നത്. അവർ പോലും വലിയ മാറ്റം സംഭവിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കാത്തിരുത്തും കഥ. നന്ദി. താങ്ക് യു. ഡോക്ടർ പി വിജയൻ. നന്ദി, നമസ്കാരം.